വാക്കുകൾക്ക് മൂർച്ചയുണ്ടെങ്കിൽ അത് ആയുധമാക്കാം, ചിന്തകൾക്ക് വ്യക്തതയുണ്ടെങ്കിൽ അത് വിപ്ലവമാക്കാം. കേരളത്തിന്റെ സാമൂഹിക ചർച്ചകളിൽ, ചാനൽ മുറികളിൽ യുവത്വത്തിന്റെ ഇടയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ, ഒരേ സമയം സ്നേഹിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഒരേ ഒരു പേര് രാഹുൽ ഈശ്വർ. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തനായ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട യുവമുഖം ആരാണ്? രാഹുൽ ഈശ്വർ. വെറുമൊരു വലതുപക്ഷവാദിയാണോ, അതോ ആധുനികതയും പാരമ്പര്യവും തമ്മിലുള്ള സംഘർഷങ്ങളെ സമന്വയിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു തന്ത്രജ്ഞനാണോ? ഇവിടെയാണ് രാഹുൽ എന്ന നിഷ്പക്ഷൻ ജനിക്കുന്നത്. വലതുപക്ഷത്തിന് അദ്ദേഹം ലിബറലാണ്, ഇടതുപക്ഷത്തിന് അദ്ദേഹം സംഘിയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം നിൽക്കുന്നത് തന്റെ ബോധ്യങ്ങളുടെ പക്ഷത്താണ്. എന്റെ മതം എന്റെ അഭിമാനമാണ്, പക്ഷേ അപരന്റെ വിശ്വാസം എന്റെ ശത്രുവല്ല. താഴമൻ മഠത്തിന്റെ ഇടനാഴികളിൽ നിന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ ക്ലാസ് മുറികളിലേക്കും അവിടെ നിന്ന് കേരളത്തിന്റെ ചാനൽ ചർച്ചകളെ തീപ്പൊരികളിലേക്കും വളർന്ന ആ ജീവിതയാത്ര അത് ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആ ജീവിതത്തിന്റെ ഉള്ളറകളാണ്. ശബരിമല തന്ത്രി കുടുംബാംഗമായ താഴമൻ മഠം മന്ത്രങ്ങളുടെയും തന്ത്രങ്ങളുടെയും ഈറ്റില്ലം. അവിടെയാണ് രാഹുൽ ജനിക്കുന്നത്. അച്ഛൻ ഈശ്വരൻ നമ്പൂതിരി, അമ്മ മല്ലിക. കുട്ടിക്കാലം മുതലേ തന്നെ വലിയൊരു പൈതൃകത്തിന്റെ ഭാരം ആ തോളുകളിൽ ഉണ്ടായിരുന്നു. മുത്തച്ഛനായ കണ്ടർ മഹേശ്വരുടെ വിരൽത്തുമ്പിൽ പിടിച്ചാണ് രാഹുൽ ആത്മീയതയുടെ ആദിപാഠങ്ങൾ പഠിച്ചത്. മറ്റു കുട്ടികൾ കളിച്ചു നടക്കുമ്പോൾ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും അർത്ഥം തേടുകയായിരുന്നു ആ ബാലൻ. രാഹുൽ വെറുമൊരു ആശ്രമ അന്തരീക്ഷത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. പുറംലോകത്തെ മാറ്റങ്ങൾ അദ്ദേഹം കൗതുകത്തോടെ നിരീക്ഷിച്ചു. ഭക്തിയും യുക്തിയും തമ്മിലുള്ള ആദ്യത്തെ സംവാദങ്ങൾ ആ മനസ്സിൽ തുടങ്ങിയത് അവിടെ നിന്നാകാം. പലരും കരുതുന്നത് രാഹുൽ ഈശ്വർ കേവലം മതഗ്രന്ഥങ്ങൾ മാത്രം പഠിച്ച വ്യക്തിയാണെന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആയുധം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം തന്നെയാണ്. തന്റെ നിലപാടുകൾ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമ്പോഴും രാഹുൽ ഈശ്വർ മുന്നോട്ട് വെക്കുന്ന ഒരു രീതിയുണ്ട്. ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടുക. വ്യക്തിഹത്യയല്ല, മറിച്ച് യുക്തിയാണ് ആയുധമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. യുവതലമുറയോട് അദ്ദേഹം സംവദിക്കുന്നത് ബിഗ് ബോസ് പോലെയുള്ള റിയാലിറ്റി ഷോകളിൽ പോലും നമ്മൾ കണ്ടത് പ്രകോപനങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും സമനില തെറ്റാതെ തന്ത്രജ്ഞനായ ഒരു രാഹുലിനെയാണ്. തോൽക്കാൻ മനസ്സില്ലാത്ത, എന്നാൽ ജയിക്കാൻ കുറുക്കുവഴികൾ തേടാത്ത ഒരു പോരാളി. ഇന്ന് ചാനൽ ചർച്ചകളിൽ അദ്ദേഹം എതിരാളികളെ നേരിടുന്നത് വെറും വികാരങ്ങൾ കൊണ്ടല്ല, മറിച്ച് ഈ അക്കാദമിക് മികവ് നൽകുന്ന ഡാറ്റകളും തിയറികളും കൊണ്ട് പാശ്ചാത്യ തത്വചിന്തകളെയും ഭാരതീയ ദർശനങ്ങളെയും കൂട്ടിച്ചേർത്ത് സംസാരിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നത് ഈ അക്കാദമിക് പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ്. അറിവാണ് തന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയധികം വിമർശനങ്ങൾക്കിടയിലും ചിരിച്ചുകൊണ്ടു നിൽക്കുവാൻ കഴിയുന്നത്? സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ട്രോളുകൾ ഏറ്റുവാങ്ങിയ വ്യക്തികളിൽ ഒരാളാണ് രാഹുൽ. പലരും അദ്ദേഹത്തെ രാഹുലിന്റെ മറുപടി എപ്പോഴും ഒരു പുഞ്ചിരിയിൽ അല്ലെങ്കിൽ താങ്ക് യു എന്ന വാക്കിലോ ഒതുക്കും. ഇതൊരു സൈക്കോളജിക്കൽ ഗെയിം കൂടിയാണ്. ഗാന്ധിയൻ അഗ്രഷൻ എന്നാണ് അദ്ദേഹം ഇതിനെപ്പറ്റി വിശേഷിപ്പിക്കാറുള്ളത്. എതിരാളി ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ശാന്തനായാൽ അത് എതിരാളിയെ കൂടുതൽ അസ്വസ്ഥനാക്കും. രാഹുലിനെ ഇത് നന്നായിട്ട് അറിയാം. വിമർശനങ്ങളെ അദ്ദേഹം കാണുന്നത് തന്നെ പ്രശസ്തിയിലേക്കുള്ള പടവുകളായാണ്. ഏത് വാർത്തയിലും തന്റെ പേരുണ്ടാവുക എന്ന മാർക്കറ്റിംഗ് തന്ത്രം അദ്ദേഹം ഇതിലൂടെ വിജയകരമായി നടപ്പിലാക്കുന്നു. ഇനി നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അവിടെയും നമ്മൾ കേട്ടത് രാഹുൽ ഈശ്വറിന്റെ വ്യത്യസ്തമായ ശബ്ദമാണ്. രാഷ്ട്രീയം നോക്കാതെ വ്യക്തിബന്ധങ്ങൾക്കും നീതിക്കും വില കൽപ്പിക്കുന്ന ഒരു നിലപാട്. പലപ്പോഴും അധികാരവർഗങ്ങളുടെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സാധാരണക്കാരന്റെ മനസ്സിലുള്ള സംശയങ്ങൾ ചോദിക്കുവാൻ അദ്ദേഹം മടിക്കാറില്ല. ഒരു വ്യക്തിയെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി സംസാരിക്കുക എന്നത് ധർമ്മമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അത് സ്വന്തം പാളയത്തിലുള്ളവരായാലും എതിർ ചേരിയിലുള്ളവരായാലും സമൂഹം പലപ്പോഴും മൗനം പാലിക്കുന്നിടത്ത് അദ്ദേഹം സംസാരിക്കുന്നു. അധികാര ശക്തികൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അദ്ദേഹം ആകുലപ്പെടുന്നില്ല. എന്നെ തടയുവാൻ നോക്കുന്നവർ എന്റെ ശബ്ദത്തിന് ശക്തി കൂട്ടുകയുള്ളൂ. ഈ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയെ നിങ്ങൾക്ക് സ്നേഹിക്കാം, വെറുക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ കണ്ടില്ലെന്ന് നടിക്കുവാൻ കഴിയില്ല. യുവജനതയോട് സംവദിക്കുവാനും ക്യാമ്പസുകളിൽ പോയി സംസാരിക്കുവാനും അദ്ദേഹം കാണിക്കുന്ന ഒരു ഉത്സാഹമുണ്ട്. അത് ശ്ലാഘനീയമാണ്. മതത്തിന് വേണ്ടി സംസാരിക്കുമ്പോഴും ശാസ്ത്രത്തെയും യുക്തിയെയും അദ്ദേഹം കൂട്ടുപിടിക്കുന്നു. അത് സമൂഹത്തിൽ, പ്രത്യേകിച്ച് നിഷ്പക്ഷരായ ആളുകൾക്കിടയിൽ അദ്ദേഹത്തിന് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു. അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹവും ഭാര്യയുടെ പിന്തുണയും താൻ ആർജിച്ച അറിവും കൈമുതലാക്കി രാഹുൽ മുന്നോട്ട് പോവുകയാണ്. കാലമാറ്റത്തിനനുസരിച്ച് താൻ പിടിച്ച കൊടി താഴ്ത്താതെ തന്നെ പുതിയ ലോകത്തോട് സംവദിക്കുവാൻ ശ്രമിക്കുന്ന മോഡേൺ ട്രഡീഷണലിസ്റ്റ്. അതെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് കേവലം രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വത്തിന്റെയും സൗഹൃദത്തിന്റെയും കൂടെയാണ്. താൻ നിൽക്കുക എന്ന പ്രഖ്യാപനമായിരുന്നു ഇത്. സാധാരണ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം വർദ്ധിപ്പിച്ചു. നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോഴെല്ലാം അവിടെ രാഹുൽ ഈശ്വറിന്റെ സാന്നിധ്യം ഉണ്ടാകും. അതെ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് താങ്ങായി ചോദ്യങ്ങൾ ചോദിക്കുവാൻ മടിക്കാതെ, നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ രാഹുൽ ഈശ്വർ അദ്ദേഹം തുടരുകയാണ്.
തന്റെ പോരാട്ടം അതെ രാഹുൽ ഈശ്വർ ഇനിയും സംസാരിച്ചുകൊണ്ടേയിരിക്കും. കാരണം നിശബ്ദനായിരിക്കുവാൻ അദ്ദേഹം പഠിച്ചിട്ടില്ല.